ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, ആ വീട്ടിൽ നിന്നും എന്റെ മനസ്സിൽ നിന്ന് നീ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാ ജീവിതത്തിൽ എത്ര സമാധാനവും സന്തോഷവും ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇനി ഞാൻ പറയുന്നത് നീ മനസ്സിൽ കുറിച്ചു വെച്ചോ. എന്റെ അഭിനയം താൻ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അല്ല മേഡം, ഞാൻ പറയുന്നത് സത്യം. നന്ദേട്ടാ, നമ്മൾ രണ്ടുപേരും രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരല്ലേ. എന്തെങ്കിലും ചെറിയ തെറ്റുകൾ വരുന്നത് സ്വാഭാവികമല്ലേ. ഇതുവരെ സംഭവിച്ചല്ല നന്ദേട്ട, ക്ഷമിക്ക്. എല്ലാ പൊരുത്തക്കേടുകളും മാറ്റി നന്ദേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യയാവാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. എന്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ തെറ്റിനും ഞാൻ മാപ്പും ചോദിക്കാം. എന്നെ ഉപേക്ഷിക്കരുത്. ഇതൊക്കെ നീ കാണാതെ പഠിക്കാൻ എത്ര സമയം എടുത്തു? ഇങ്ങനൊരു നാടകം നിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതീക്ഷ തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട് നിന്റെ അഭിനയം. പക്ഷേ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആവണം. മാഡം, ഈ കാണുന്നതൊന്നും അല്ല ഇവള്. മാഡത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പെർഫോമൻസ് ആണിത്. ദയവ് ചെയ്ത് മാഡം ഇതിൽ വീണു പോകരുത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു പരിഹരിക്കാം. ഇവരിപ്പോ പശ്ചാത്തപിക്കുന്ന ഒരു സ്ത്രീയാ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യയായിട്ട് ജീവിക്കാൻ ഇവർ തയ്യാറാണെന്ന് പറയുന്നു. അപ്പൊ പിന്നെ താങ്കൾക്ക് ഇവരോട് ക്ഷമിച്ചൂടെ? കരയാതെ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് എന്റെ നന്ദേട്ടനെ വിട്ടുപിരിയാൻ പറ്റില്ല മാഡം. നന്ദേട്ട, ഞാൻ പറഞ്ഞ എല്ലാം സത്യം. എനിക്ക് മാപ്പ് തരണം. നന്ദേട്ടൻ പറയുന്ന എല്ലാം കേട്ട് ഞാൻ ജീവിച്ചോളാം. എന്നെ ഉപേക്ഷിച്ചിട്ട് നന്ദേട്ടൻ കല്യാണം കഴിക്കാനിരിക്കുന്ന സ്ത്രീയെക്കാളും നന്ദേട്ടനെ ഞാനാ സ്നേഹിക്കുന്നത്. എന്തുകൊണ്ട് നന്ദേട്ടൻ അത് മനസ്സിലാക്കാത്തത്? എന്നെ ഇനിയും കുത്തുവാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കല്ലേ നന്ദേട്ട. നന്ദേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റെന്താന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഒരവസരം കൂടി തരണം മാഡം. ഒന്ന് പറയൂ പ്ലീസ്. നന്ദേട്ടൻ പറയുന്നത് എന്ത് ഞാൻ ചെയ്യാം. എനിക്ക് ഡിവോഴ്സ് വേണ്ട. നന്ദേട്ടന്റെ കൂടെ ജീവിച്ചാ മതി. മിസ്റ്റർ നന്ദൻ, എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാ. പശ്ചാത്താപത്തേക്കാൾ വലിയ പരിഹാരം ഇല്ലാന്നല്ലേ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അവന്റേക്ക് ഒരു അവസരം കൂടി കൊടുത്തൂടെ? വേണ്ട വേണം, അനുഭവിച്ചതൊക്കെ തന്നെ ധാരാളം. ആകെ ഒരു ജീവിതമേ ഉള്ളൂ. ഇനിയെങ്കിലും എനിക്ക് കുറച്ച് മനസ്സമാനത്തോടെ ജീവിക്കണം. തെറ്റിതിരുത്താനുള്ള നിങ്ങളുടെ ഭാര്യയുടെ മനസ്സിനെ കണ്ടില്ലെന്ന് വെക്കരുത്. നിങ്ങൾക്കൊരു എക്സ്ട്രാ അഫെയർ ഉള്ള കാര്യം നേരത്തെ വൈഫ് സൂചിപ്പിച്ചല്ലോ, അത് ശരിയാണോ? നമ്മളെല്ലാം മനുഷ്യരാണ്. ഇങ്ങനെയുള്ള തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലെല്ലാം സംഭവിക്കും. അത് തിരുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. മാഡം, ഇവളുടെ തനി സ്വരൂപം അറിയുന്നതുവരെ എനിക്ക് ആരോടും യാതൊരുവിധ ബന്ധം ഉണ്ടായിരുന്നില്ല. ഇവൾ എന്നോട് ചെയ്തതും ഞാൻ അനുഭവിച്ചതും ആ പെറ്റീഷൻ വായിച്ചാൽ മനസ്സിലാവത്തില്ല. വെറുത്തുപോയി മാഡം, ഞാൻ സഹിച്ചു മതിയായി. എനിക്ക് ഇനി ഒരുമിച്ച് പോകാൻ ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത്. സഹിക്കാവുന്നതിന്റെ പരിധി എന്നേ കഴിഞ്ഞു മാഡം. ഞാനൊരു മനുഷ്യനല്ലേ. എനിക്ക് ഇവള് പറയുന്ന ആ പെൺകുട്ടിയോടൊത്ത് ജീവിക്കാൻ ആഗ്രഹം. ഏയ് കൂൾ, ഇരിക്കൂ ഇരിക്കും മിസ്റ്റർ നന്ദൻ. ഭർത്താവിനൊരു എക്സ്ട്രാ അഫെയർ ഉണ്ടാവുന്നത് ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കെല്ലാം ശരിയാക്കാം. 2-3 കൗൺസിലിംഗ് കഴിയുമ്പോഴേക്കും നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാൻ കഴിയും. പരസ്പരം ക്ഷമിക്കാനും കഴിയും. അടുത്ത കൗൺസിലിംഗ് നമുക്ക് അടുത്ത മാസം 16-ന് വെക്കാം. അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സുകൾ തമ്മിലൊന്ന് പൊരുത്തപ്പെടാൻ തയ്യാറാകും. ഇല്ല മാഡം, എത്ര ശ്രമിച്ചാലും ഇനി എനിക്ക് ഇവളോട് പൊരുത്തപ്പെടാൻ കഴിയത്തില്ല. ഇവളോടൊത്ത് ജീവിക്കാനും പറ്റില്ല. ഡിവോഴ്സ് അല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുന്നിലില്ല.
കരയാതെ. ഒരു മീഡിയേഷൻ മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ, നമുക്ക് ശ്രമിക്കാം. അടുത്ത മീഡിയേഷനിൽ ഞാൻ അയാളെ മാക്സിമം പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. താങ്ക് യു മാഡം. എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു തരണം പ്ലീസ് മാഡം. ഒന്ന് നിന്നെ. ഇപ്പൊ മനസ്സിലായില്ലേ സന്ധ്യയോടൊപ്പം ജീവിക്കാന്നുള്ളത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണെന്ന്? ഒരിക്കലും അല്ല. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണല്ലോ. സന്ധ്യയോടൊപ്പം ജീവിക്കുന്നതിന് ആരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല. നിയമത്തിന് മുമ്പിൽ ഇപ്പോഴും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇന്നത്തെ എന്റെ പ്രകടനം വെച്ച് നോക്കുമ്പോ കോടതി പോലും നിങ്ങൾക്ക് ഡിവോഴ്സ് അനുവദിക്കില്ല. ഇത്രയും കാലം ഞാൻ നിന്റെ അടിമയായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അതിന് ഉത്തരവില്ല. പക്ഷേ ഇനി അങ്ങനെ ആവത്തില്ല. സന്ധ്യയുമായി ഒരുമിച്ച് ജീവിക്കാൻ നിയമത്തിന്റെ പിൻബലം എനിക്ക് വേണമെന്ന് നീ കരുതിയെങ്കിൽ തെറ്റിയത് നിനക്ക. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ആരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. എങ്കിൽ പിന്നെ നീ പോയി ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത്. കൗൺസിലറുടെ മുന്നിലുള്ള നിന്റെ അഭിനയം ഭയങ്കര ബോറായിരുന്നു. അകത്ത് വെച്ച് നടത്തിയ ആ കരച്ചിലും ഇനി കോടതിയിൽ പറയാൻ പോകുന്ന എനിക്ക് ഡിവോഴ്സ് വേണ്ട എന്നുള്ള വാദവും കൊണ്ട് എന്റെ ജീവിതത്തിൽ ഇനിയും കടിച്ചു തൂങ്ങാൻ നീ കരുതിയോ? കോടതി എനിക്ക് ഡിവോഴ്സ് അനുവദിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതെന്താ നിങ്ങൾക്ക് അത്ര ഉറപ്പ്? കേസ് കേൾക്കുന്ന ജഡ്ജിയെ പണം കൊടുത്ത് സ്വാധീനിക്കാന്നുള്ള വിചാരമുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം നീയാ. കൗൺസിലറോട് നീയല്ലേ പറഞ്ഞത് എനിക്ക് വേറെ അവിഹിത ബന്ധമുണ്ടെന്ന്? സന്തോഷത്തോടുകൂടി ഞാനത് അവർക്ക് മുമ്പിൽ സമ്മതിക്കുകയും ചെയ്തു. മറ്റൊരു സ്ത്രീയായിട്ട് അവിഹിത ബന്ധമുള്ള ഒരു പുരുഷനെ ഒരു സ്ത്രീയുടെ ഭർത്താവായിരിക്കാൻ ഒരു കോടതിയും നിർബന്ധിക്കുന്നില്ല. ഉറപ്പായിട്ടും ഡിവോഴ്സ് അനുവദിക്കും. ആ കോടതി മുറിയിൽ നിന്ന് സന്ധ്യയുടെ കൈയും പിടിച്ച് നിന്റെ മുന്നിലൂടെ ഞാൻ നടന്നു പോകും. എങ്കിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത അവന്തികയായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി നീ എന്നെ എന്ത് കാണിക്കാന്? 7 വർഷം നീ എന്നെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചതിനേക്കാൾ വലുതൊന്നും ഇനി വരാനില്ലല്ലോ. നിന്റെ എല്ലാ മുഖവും ഞാൻ മനസ്സിലാക്കി. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു പുരുഷന്റെ ജീവിതം എങ്ങനെ തകർക്കാമെന്നതിന് നിന്നേക്കാൾ വലിയ ഉദാഹരണം ഈ ലോകത്തില്ല. അതെ, ആ വീട്ടിൽ നിന്നും എന്റെ മനസ്സിൽ നിന്ന് നീ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാ ജീവിതത്തിൽ എത്ര സമാധാനവും സന്തോഷവും ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇനി ഞാൻ പറയുന്നത് നീ മനസ്സിൽ കുറിച്ചു വെച്ചോ. ഉടൻ തന്നെ ഞാനും സന്ധ്യയും ഒരുമിച്ച് ജീവിതം തുടങ്ങുക തന്നെ ചെയ്യും. ഒരു കോടതിയും ഞങ്ങളെ തടയില്ല.